അത് നമുക്ക് പക്ഷിക്കുഞ്ഞിൻ്റെ പോലും നമുക്ക് അതിനോട് കൊല്ലുക എന്ന് പറയുമ്പോണ്ടാണ്ട് പ്രയാസമുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ സ്വന്തം സഹപാഠിയെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഒരു ആൺകുട്ടിക്ക് മനസ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം? വളച്ചു കെട്ടൊന്നും വേണ്ട. അതിവിടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ലിബറൽ വേൾഡ് ഓർഡർ തന്നെയാണ് അതിൻ്റെ കാരണം. അതിന് ഓൺ ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ ഒരു മറയും വേണ്ട, ഒരു വരയും വേണ്ട, ഒരു അതിരും വേണ്ട, ഒരു അരുതും വേണ്ട, എല്ലാവരും തോന്നിയതുപോലെ ജീവിക്കാം എന്നിങ്ങനെ വളരെ ബുദ്ധിയോടുകൂടി ഇങ്ങനെ പറഞ്ഞ് വിശകലനം ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് നമുക്ക് പറയുള്ളത്. ഇപ്പോൾ ഈ ചില വാചകങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന് മൈ ബോഡി മൈ റൈറ്റ്. അതിനാരൊക്കെ പിന്തുണക്കുന്നുണ്ടോ അവർക്ക് ഈ രക്തത്തിൽ പങ്കുണ്ട്. ലിവിങ് ടുഗദറിനെ ആരൊക്കെ ന്യായീകരിക്കുന്നുണ്ടോ അവർക്ക് ഈ രക്തത്തിൽ പങ്കുണ്ട്. ബെസ്റ്റി എന്ന ഓമനപ്പേരിട്ട് കൊണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബന്ധങ്ങളെ വെളുപ്പിക്കുന്നവരാരൊക്കെയുണ്ടോ അവർക്കിതിൽ പങ്കുണ്ട്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ ബന്ധങ്ങളെ ന്യായീകരിക്കുന്നവരാരുണ്ടോ അവർക്കിതിൽ ബന്ധമുണ്ട്. കൺസെൻ്റ് ഉണ്ടായാൽ മതി പിന്നെ എന്തുമാകാം എന്ന് ന്യായീകരിക്കുന്നവർ ഇതിന് മറുപടി പറയൽ നിർബന്ധമാണ്. സീസൺഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ട് ആരൊക്കെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടോ അവരും മറുപടി പറയേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രൽ സംസ്കാരത്തെ ഓൺ ചെയ്യുന്നവരും അത് ഫേസ്ബുക്കിൽ ന്യായീകരിക്കുന്നവരും അത് മന്ത്രിമാർ മുതൽ താഴെ തട്ടിലുള്ള ആരായിരുന്നാലും അതിന് നിയമം ഉണ്ടാക്കുന്നവരും അതനുസരിച്ച് കൊണ്ട് പാഠപുസ്തകം ക്രമീകരിക്കുന്നവരും ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം. ഇപ്പം നാളെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഹൈസ്കൂളിലെ 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തോളിൽ പിടിച്ച് അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ ഹഗ് ചെയ്ത് കണ്ടിങ്ങനെ പോവുകയാണ് അധ്യാപകൻ്റെ മുന്നിലൂടെ. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, എന്താ നിങ്ങൾ കാണിക്കണത്? അപ്പോൾ ഇവർ 2 പേര് തോളിൽ തന്നെ പിടിച്ചുകൊണ്ടിന് വരിക മാഷ മുന്നിക്ക്. എന്താ മാഷേ കുഴപ്പം? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം, നിങ്ങളുടെ നോട്ടത്തിനാണ് കുഴപ്പം. ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോഴും ആ തോളിന്ന് കൈ വിടാൻ എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടിക്ക് തോന്നുന്നില്ല. അതിനുള്ളൊരു സാമൂഹ്യ പരിസരം ഇത്തരം പദാവലികളിലൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒന്ന് ഒന്നിച്ച് നടന്നാൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴൂ? ഈ ചോദ്യം ചോദിച്ചവരൊക്കെ ഇപ്പോൾ ഈ തൊടിയപ്പുലത്ത് നടന്ന ഈ കൊലപാതകത്തിൽ ആ കുട്ടിയെ ആ കൊലപാതകം ചെയ്ത പ്രശ്നത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ പറയും. ചില ആൾക്കാർ പറയും നമ്മളിപ്പോൾ ഒരാണും പെണ്ണും പിന്നെ ഒരുമിച്ചാൽ അവിടെ ലൈംഗികമായ ചേഷ്ടകൾ ഉണ്ടാകാം, അവർക്ക് രതിമൂർച്ചകൾ ഉണ്ടാവാം, അത് പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യവും ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ പറയുന്നവർക്ക് ഇതിൽ പങ്കുണ്ട്. അവരൊക്കെ ഇതിൻ്റെ ഉത്തരവാദികളാണ്. പിന്നെ ഇപ്പം കാമുകൻ കാമുകി എന്നുള്ള പ്രയോഗമല്ല, ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് അല്ലേ? അതായത് ആൺ സുഹൃത്തും പെൺ സുഹൃത്തുമാണ്. അങ്ങനെ വാർത്തകൾ തന്നെ, ആ വാർത്ത കൊടുക്കുന്നവർക്ക് ഇതിൽ പങ്കുണ്ട്. ആ പദാവലികൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്, നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഈ കുട്ടികൾക്ക് ഇതെന്തോ ഒരു വളരെ മാന്യമായ വർക്കാണ്, പ്രവൃത്തിയാണ് എന്ന രൂപത്തിലേക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ലിബറൽ വേൾഡ് ഓർഡർ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച മീഡിയ പ്രവർത്തകർക്ക്, അതിനുവേണ്ടി അലമുറയിടുന്ന പിന്നെ അന്തിച്ചർച്ചകൾക്ക്, അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക്, ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അവരൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് എന്ത് ചെയ്യണം, തയ്യാറാകണം. കാരണം ഇത് ഈ കുട്ടികളെ ഈ രീതിയിൽ ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ന്യായീകരിപ്പിക്കുന്ന അത് ഒറ്റ കാര്യമുള്ളൂ, ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് വിവാഹത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഈ നിയമത്തേക്ക് വരികയല്ലാതെ വേറെ ഉള്ളതൊക്കെ എന്താണ്, പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കിക്കൊണ്ടേയിരിക്കും.